ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമായിരിക്കുന്നോ? അപ്പോൾ രാവിലെ തന്നെ കുട്ടികളെ സ്കൂളിൽ വിട്ട് അങ്ങാടിയിൽ പോയി കുറച്ച് കടയിലേക്ക് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്ന ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത്. പിന്നെ എൻ്റെ കോഴികൾക്ക് തീറ്റ ഇട്ട് കൊടുക്കുക, അങ്ങനെ കുറേ ജോലികളൊക്കെ എല്ലാം കഴിഞ്ഞ് ഞാൻ ദാണ്ടെ സാധനങ്ങളൊക്കെ ആയിട്ട് പാക്ക് ചെയ്യുന്ന വീട്ടിലോട്ട് പോവുകയാണ്. ഞാൻ ഈ കടയ്ക്കുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരുന്നത് പല വീഡിയോകളിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ സംശയമാണ്. അപ്പോൾ ഈ പാക്കിങ് ചെയ്യുന്നത് എൻ്റെ സൈഡ് ബിസിനസ് ആണോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. കട നടത്തുന്നത് എൻ്റെ ഉമ്മയാണ്. അപ്പം ഞാൻ അവിടേക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു കൊടുക്കും. ഉമ്മാക്ക് എന്തായാലും അങ്ങാടി പോയി മേടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഓടിച്ചിട്ട് ഇങ്ങനെ വെറുതെ നടക്കുന്നത് നമ്മളെക്കൊണ്ട് കഴിയുന്നൊരു സഹായം. അപ്പോൾ അവിടെ ചെന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് കടയിൽ കൊണ്ട് കൊടുക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. എനിക്ക് ആ ബിസിനസ്സിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ കടയിൽ പോയി നിൽക്കാനും എനിക്ക് വലിയ താല്പര്യമില്ല. പോയി നിൽക്കണമെങ്കിൽ നിൽക്കാം, പക്ഷേ എന്താ പറയുക, എനിക്കിങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം കേട്ടോ. എവിടെയും പിടിച്ചിട്ട് പോയി നിൽക്കുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അവിടേക്ക് സാധനം എടുത്തു കൊടുക്കുന്നതോടുകൂടെ അവിടുത്തെ ഞാനുമായിട്ടുള്ളൊരു ബന്ധം തീർന്നേ. ഈ പാക്കിംഗ് ജോലി തന്നെയാണ് എൻ്റെ ജോലി. അത് ഞാൻ സ്വന്തമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങിയതാണ്. ആരുടെയും നിർബന്ധം കൊണ്ടോ അങ്ങനെ ഒന്നുമല്ല, എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊരാഗ്രഹം കൊണ്ട് ചെയ്തതാണേ. പിന്നെ എനിക്ക് കുറച്ച് കോഴികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മുട്ടയുടെ സെയിലുണ്ട്. അതുപോലെ നാടൻ കോഴിയൊക്കെ ആവശ്യക്കാർ വീട്ടിൽ വന്ന് മേടിക്കും. പിന്നെ നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ അറിയുന്നവർ, നമ്മൾ തീറ്റ മേടിക്കാൻ പോകുമ്പോഴായിരിക്കും പലവരും അറിയുന്നത് എന്തോ കോഴി ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ വേണ്ടുള്ളവർക്കൊക്കെ കോഴിയാണെങ്കിലും മുട്ടയാണെങ്കിലും ഒക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വരുമാന മാർഗ്ഗങ്ങളൊക്കെ നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ട്. പിന്നെ പലരുടെയും മടി കൊണ്ടോ അല്ലെങ്കിൽ എന്നെക്കുറിച്ച് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന ചിന്ത മൂലമോ നമ്മൾ ചെയ്യാതെ പോകുന്ന കാര്യങ്ങളാണ് നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിട്ടും. നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ പരിശ്രമിക്കണം കേട്ടോ. അവരിവരും ചെയ്യുന്ന കണ്ടിട്ട് നോക്കിയിരുന്നിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഇത് ഹോൾസെയിൽ ഷോപ്പിലേക്കുള്ള ചെറിയാണ്. ഇപ്പോൾ പുതിയ സെയിലുകാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചെറിക്ക് അത്യാവശ്യം മൂവിങ് ഉണ്ട് കേട്ടോ. ഹോൾസെയിലായിട്ട് ഇങ്ങനെ ബൾക്കായിട്ട് എടുത്ത് അപ്പോൾ നമ്മളുടെ ആ ബോർഡ് കടയിൽ പോയിട്ട് അവർ 5, 6 ബോർഡ് അല്ലെങ്കിൽ 10 ബോർഡ് ഒന്നിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറി പെട്ടെന്ന് ഇപ്പോൾ തീരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ എൻ്റെ സ്റ്റിക്കറിൽ ഇതുവരെയും നമ്പറോ അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. FSIയും ഇതൊക്കെ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പുതുതായിട്ട് ഇതിൽ എൻ്റെ നമ്പർ കൂടെ കോൺടാക്റ്റ് നമ്പർ കൂടെ കൊടുത്ത്, അപ്പോൾ അതായത് ഞാൻ പേഴ്സണൽ നമ്പറല്ല, അല്ലാതൊരു നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ കണ്ടിട്ട് നമ്മളെ വിളിക്കണമെങ്കിലോ സാധനങ്ങൾ വേണമെന്നും പറഞ്ഞേ അങ്ങനെ കൊടുത്തതാട്ടോ. പിന്നെ ഞാൻ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ്, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ വീഡിയോയിലൊക്കെ, എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ എപ്പോഴെങ്കിലും തുറന്നു നോക്കുമ്പോൾ കാണും. എന്തായാലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരാതിരിക്കത്തില്ല, ഞാൻ റിപ്ലൈ ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ കോൺടാക്റ്റ് നമ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ചൊറ പിടിച്ച പണിയാണ്. അപ്പോൾ അത് എനിക്ക് എടുക്കലും അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കലും ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ വലിയ ഡൗട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ അല്ലാതെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഒന്നും വിചാരിക്കേണ്ട, സമയമില്ലാത്തതുകൊണ്ടാണേ. ഒരുപാട് കാര്യങ്ങളുണ്ട്, കച്ചവടമാണെങ്കിലും വീട്ടിലത്തെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഫോൺ വരുമ്പോഴൊക്കെ എടുക്കാനും അവരുടെ വിശദമായി നിന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സമയമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സഹോദരി മെസ്സേജ് ഇട്ട് അവരെല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് എനിക്ക് കാണുമ്പോഴെല്ലാം അതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോർഡൊക്കെ ആക്കി അവർ സെയിലൊക്കെ തുടങ്ങി കേട്ടോ, മാഷാ അല്ലാഹ്. അപ്പോൾ സാബിറ എന്നാണ് പേര്. സാബിറ മാത്രമല്ല, പിന്നെ അല്ലാതെയും കുറേ പേരൊക്കെ ഇങ്ങനെ വന്ന് ഓരോന്ന് ഡീറ്റെയിൽസൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളെക്കൊണ്ട് കഴിയുന്നത് ഒരു ചെറിയൊരു ഉപകാരം അതിനെക്കുറിച്ചുള്ളത് പറഞ്ഞു കൊടുക്കുക. എനിക്കറിയുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പൈസസ്, കുരുമുളക് എത്ര ഗ്രാമാണ് നിറയ്ക്കുന്നത്, കുരുമുളക് മാത്രമല്ല സ്പൈസസിൽ പെട്ട എല്ലാ ഐറ്റംസും ഞാനിപ്പോൾ അത്യാവശ്യം അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ ഗരം മസാലയുടെ ബോർഡ് മാത്രമേ ഇപ്പോൾ നിറയ്ക്കുന്നുള്ളൂ. എനിക്ക് കൂടുതലും ചെറിയ ചെറിയ പെട്ടിക്കടകളിലാണ് ഞാൻ ഈ കടല ഐറ്റംസൊക്കെ കൊടുക്കുന്നത്. നമ്മൾ പലചരക്ക് കടയിൽ പോകുന്നത് വളരെ കുറവാണ്. എങ്കിലും പോകുമ്പോൾ ചോദിക്കുമ്പോൾ ഇല്ലയെന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചെടുത്ത് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുരുമുളക്, പെരുംജീരകം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പം ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ അത് എത്ര ഗ്രാമാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എത്രയാണെന്ന് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഏകദേശം ഒരു 20 ഗ്രാം അതിനകത്തോ
അതിൽ കൂടത്തില്ല. എന്താ വെച്ചാൽ കുരുമുളകിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും നമുക്കതിനൊക്കെ മോഡലായിട്ട് നമ്മുടെ ചുറ്റിലും ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മളെവിടെയെങ്കിലുമൊക്കെ ഷോപ്പിൽ പോകുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ ഒരു 10 രൂപ കൊടുത്ത് ഒരെണ്ണം മേടിച്ചിട്ട് അതിൻ്റെ ഗ്രാമും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. എൻ്റേതെന്ന് പറയുമ്പോൾ നമ്മൾ പാലക്കാട് ജില്ലയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ രീതിയിലാണ് ഞാൻ എല്ലാം കാണിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ പാലക്കാട് ജില്ലയിൽ തന്നെയാണോ അതോ പുറത്തുള്ളവരാണോ എന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് മാറുമ്പോൾ വിലയും മാറ്റം വരും, അളവിലും മാറ്റം വരും. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ പാക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ കടകളിൽ കൊടുക്കാനുള്ള എല്ലാ ഐറ്റംസും സെക്ഷൻ തിരിച്ച് പാക്ക് ചെയ്ത് ബോർഡാക്കി എല്ലാം അതാത് മാറ്റിയും തിരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും നമുക്ക് ചെയ്തു തരുന്ന ആൾ നല്ല ക്ലിയർ ആയിട്ടെല്ലാം ചെയ്തു തരുന്നുണ്ട്. അത് തന്നെയാണ് നമുക്കൊരു സപ്പോർട്ടെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വേറെയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ചെക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇനി തുടങ്ങിയവർക്കും ഒക്കെ വേണ്ടിയിട്ട് ഇനി അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. കുറേ പേരൊക്കെ ഇപ്പോഴും കുറേ ഡൗട്ട്സുകളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. പിന്നെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ തന്നെ നമ്മുടെ ചാനൽ ഹൈപ്പ് എന്നുള്ള ഇത് കാണും. ആ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തേക്കണേ. എന്തൊക്കെ കുലുമാലുകളാണോ യൂട്യൂബ് ഇറക്കിയിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നാട് ഓടുമ്പോൾ നടുവേ ഓടുക എന്ന് പറയുന്ന കണക്ക് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പോയല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ സഞ്ചിക്കകത്താക്കി എല്ലാം വണ്ടിക്കകത്ത് എടുത്ത് വെച്ചിട്ട് ഞാൻ പോവുകയാണേ. അപ്പം നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്താൻ മറക്കല്ലേ. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും കാണും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.